രണ്ട് സമസ്തയും ഐക്യം എന്ന് കേൾക്കുമ്പോൾ അത് കേൾക്കാനും അതിനെ സംസാരിക്കാനും എന്ത് സന്തോഷമാണ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അതിനെ ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹം കാണിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണല്ലോ 100-ാം വാർഷികത്തിൽ നടത്തിയ ഈ പ്രഭാഷണം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? മറ്റൊരു സമസ്തയുടെ പ്രവർത്തനങ്ങളെ, അവരുടെ ഓരോ കാര്യങ്ങളെ കൊച്ചാക്കിക്കൊണ്ട് അത് വലിയ പ്രവർത്തനങ്ങളല്ല എന്ന് കാണിക്കുന്ന ഈ പ്രഭാഷണത്തെക്കുറിച്ച് നിങ്ങൾക്കെന്ന് പറയാനുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഒരു അഖിലേന്ത്യ ഉണ്ടാക്കാൻ നമുക്ക് ചെയ്യാത്തതുകൊണ്ടൊന്നുമല്ല. അങ്ങനെ ചില ആളുകൾ വിചാരിക്കുന്നുണ്ട്. ചിലരെ മാത്രം ഒരു പണിയാണ് അഖിലേന്ത്യ ജമിയത്തുൽ ഉലമയൊക്കെ ഉണ്ടാക്കാൻ. അഖിലേന്ത്യ ജമിയത്തുൽ ഉലമ ഉണ്ടാക്കാൻ നിഷ്പ്രയാസം ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങൾ നമ്മളെ തത്വങ്ങളോടും നമ്മുടെ നിലപാടുകളോടും നമ്മുടെ ആശയങ്ങളോടൊക്കെ യോജിക്കണ പണ്ഡിതന്മാരെ തെരഞ്ഞെടുക്കാണ്. അവരല്ലേ ചേർക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു വിദ്യാർത്ഥികാരനായ ഒരു പണ്ഡിതനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ കർണാടക സ്റ്റേറ്റിന്റെയോ അല്ലെങ്കിൽ ആന്ധ്ര സ്റ്റേറ്റിന്റെയോ ഒക്കെ പ്രസിഡന്റ് ആക്കി തീർത്താല് അയാളെ വിദ്യാർത്ഥി പറയുമ്പോൾ അതിന് നമ്മൾ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അഖിലേന്ത്യാ സ്ഥലത്തിൽ ഒരു അഖിലേന്ത്യ ഉണ്ടാക്കാൻ നമുക്ക് ചെയ്യാത്തതുകൊണ്ടും നമ്മളെ കൂട്ട് ചില ആളുകൾക്ക് തന്നെ സംശയമുണ്ട്. മറ്റു പല സംഘടനകളും വലിയ നോളജ് സിറ്റികളൊക്കെ ഉണ്ടാക്കി, മറ്റു ചില വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കി, നമ്മളെന്താ ചെയ്യാത്തത്? നമ്മളെ ഉസ്താദന്മാർ ഒരു പോരാത്തവരാണോ? ഉസ്താദന്മാർ പോരാത്തവരായതുകൊണ്ടല്ല, അവരൊക്കെ എല്ലാ വിഷയത്തിനും പറ്റിയവരും മതിയായവരുമാണ്. പക്ഷെ അത് നമ്മളെ ലക്ഷ്യമല്ല. ആ ലക്ഷ്യമല്ലാത്തതുകൊണ്ട് ആ ലക്ഷ്യത്തിന്റെ അപ്പുറത്തുള്ള ഒന്നിനു വേണ്ടിയുള്ള പ്രവർത്തനം, ആ പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ അത്രേ ഉള്ളൂ. അപ്പൊ അതൊന്നും വലിയൊരു സംഗതിയായി കൊണ്ട് ആരും കണക്കൂട്ടും വേണ്ട, വലിയൊരു സംഗതിയായി കൊണ്ട് ആരും മനസ്സിലാക്കും വേണ്ട.